ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസത്തെ മടി പിടിച്ച ജീവിതമൊക്കെ മാറ്റി വെച്ച് വീണ്ടും എനർജറ്റിക്കായി എണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല, എന്നാലും കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഇങ്ങനെയായിരിക്കും. എന്നും ഒരു ടൈം ടേബിൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്നും അത് പറയണ കാര്യമാണ്. അപ്പോൾ രാവിലെ എണീറ്റ് വേഗം കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയിട്ട് അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് എനിക്കിഷ്ടം, പക്ഷെ അതിപ്പോൾ സാധിക്കാറില്ല, അത് വേറെ. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ കടല വെള്ളത്തിലിട്ടത് കൊണ്ട് വേഗം കടലക്കറി വയ്ക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ആപ്പം ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. കഴിഞ്ഞ ലോങ് വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ആപ്പത്തിനുള്ള അരിയൊക്കെ വെള്ളത്തിലിടുന്നുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാവാത്തൊരു ആപ്പമാണ് കേട്ടോ. അതുപോലെ പത്തിരിയും എനിക്ക് ഉണ്ടാക്കിയാൽ ശരിയാവാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ശരിയാവുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇത്ര നേരം മാവ് തുറന്നിട്ടില്ല കേട്ടോ. അത് സെറ്റ് ആവട്ടെ വെച്ചിട്ട് എന്തായാലും കറിയൊക്കെ ആയതിന് ശേഷമല്ലേ നമ്മൾ അത് ഉണ്ടാക്കാൻ നോക്കുള്ളൂ. ചൂടോട് കൂടെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കല്ല് എൻ്റെ അമ്മായിയമ്മ തന്നാണ് കേട്ടോ. വീട് മാറി വരുമ്പോൾ വളരെ ഉപകാരമാണ്. അമ്മിയില്ലാത്ത വീടുകളിലൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതയ്ക്കാൻ അല്ലേ. പിന്നെ അത് വേഗം കുക്കറിൽ വെച്ചിട്ട് ഞാൻ ചായ വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ചായ കുടിക്കാൻ കുറച്ച് വൈകി, എന്നാലും കുഴപ്പമില്ല. പണികൾ കുറച്ച് ഒതുക്കി വെച്ചിട്ടിരുന്ന് കുടിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ ഞാൻ കടലയൊക്കെ വേവാൻ വെച്ചിട്ടാണ് ചായ കുടിച്ചത് കേട്ടോ. എന്നിട്ട് കടലക്കറിയൊക്കെ ഒരുവിധം സെറ്റായപ്പോൾ നമ്മൾ ആപ്പം മാവ് എടുത്തു. അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുമ്പോഴേ ഒരുവിധം പൊന്തിയത് കൊണ്ട് പിന്നെ അധികം പൊന്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ ആദ്യം. എന്താ വെച്ചാൽ ഇത് ആപ്പം കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ആപ്പം ഇല്ലെങ്കിൽ ദോശയെങ്കിലും ഉണ്ടാക്കാൻ വെച്ചിട്ട് പാത്രവും വെക്കുന്നുണ്ട്, ദോശക്കല്ലും വെക്കുന്നുണ്ട് കേട്ടോ. ഏതാണോ കൂടുതൽ നന്നായി കിട്ടുന്നത് അത് ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം. രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ, അപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് രണ്ടടുപ്പിലും വെച്ച് നോക്കുന്നത് കേട്ടോ. ദോശ നന്നായിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ആപ്പത്തിൻ്റെ കാര്യം ഇതാ നോക്കിക്കോ, ഇത്തിരി കരിഞ്ഞു പോയി കേട്ടോ. അതായത് കുറച്ച് നേരത്തെ മൂടി തുറക്കേണ്ടതായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നു. പിന്നെ കുറേ ദിവസമായില്ല ആ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ചട്ടി കുറച്ച് മയമില്ലാത്തതുകൊണ്ട് പ്രശ്നം വന്നു. എന്നാലും ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നപ്പോൾ ഞാൻ മാവ് കുറച്ച് പാത്രത്തിൽ മാറ്റി കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്, ആപ്പത്തിന് ഇത്തിരി മധുരം വേണമല്ലോ, അപ്പോൾ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വേഗം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് നോക്ക് ഗൈസ്, അടിപൊളിയായിട്ട് ആപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിശയം തോന്നി. ഞാൻ ഇതുവരെ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റൊക്കെ ഇടുമ്പോഴേ ആ ഈസ്റ്റിൻ്റെ ഫ്ലേവർ വരുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേഗം കടലക്കറിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ആപ്പം കണ്ട, അടുത്ത ആപ്പവും അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. കഴിക്കാനും നല്ല സോഫ്റ്റായിരുന്നേ. തണുത്ത് പോയാലും ഇല്ലേ ആ സോഫ്റ്റ്നെസ് ഉണ്ട്. അല്ലാതെ വെച്ചാൽ ആപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മായിയമ്മ ആപ്പം ഉണ്ടാകും കേട്ടോ. എന്താ പറയുക, കുറ്റം പറയല്ല, പക്ഷെ എങ്ങനെ അറിയോ, നല്ല കനവും ഉണ്ടാവും. അതുപോലെ തണുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കടിച്ച് വലിക്കേണ്ടി വരും കേട്ടോ. എന്നിട്ട് ഒരു അമ്മായിയമ്മേനെ ചീത്ത പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെ. അപ്പം നമ്മൾ ആപ്പം കിട്ടിയ സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ്, പക്ഷെ ഉണ്ടാക്കാൻ കിട്ടാറില്ല എന്നുള്ള സങ്കടമായിരുന്നു. പക്ഷെ അതൊക്കെ എന്തായാലും തീർന്നു. പക്ഷേ ഗൈസ്, അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കിട്ടുമെന്നുള്ളത് അറിയില്ല. കാരണം ഞാൻ ഒരു അളവും ഇല്ലാതെയാണ് ഈ മാവൊക്കെ അരച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ടാറ്റാ.